ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം സ്പെഷ്യൽ കുർത്തിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു പാറ്റേണിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ 3 പാനൽസ് ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലെ 2 പാനൽസിലും നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സൈഡ് പാനലിൽ എങ്ങനെയാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സൈഡിലേക്കായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പാനല്. ഇത് അതിൻ്റെ അടിയിലേക്ക് പ്ലീറ്റ്സ് വരുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു അടിഭാഗത്തേക്ക് എങ്ങനെയാണ് പ്ലീറ്റ്സ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചെറുവുകൾ പിടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണോ പ്ലീറ്റ്സ് സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകൾ കൈ കൊണ്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയല്ല ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 സൈഡിൽ നിന്നും ആ ഒരു നൂല് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഞെറിവുകൾ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് 2 സൈഡിൽ നിന്നും ഇതുപോലെ നൂല് വലിച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു സൈഡിൽ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ 1.5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അവിടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് നീക്കിയിട്ട് വേണം പ്ലീറ്റ്സ് സെറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് പ്ലീറ്റിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഈ ഒരു യോക്ക് പോർഷൻ നല്ല വശം ഇതുപോലെ ചേർത്ത് വെക്കുക. 2ന്റെയും നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം 1/2 ഇഞ്ചിൽ നമുക്ക് ഇതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 1/2 ഇഞ്ചിൽ മുകളിൽക്കട സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഞാൻ തയ്ച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പം ഇതുപോലെയാണ് ഈ ഒരു പാർട്ട് വരിക. അപ്പം ഞാൻ തയ്ച്ചതിന് ശേഷം കാണിക്കാം. അങ്ങനെ പ്ലീറ്റ്സുമായിട്ട് യോക്ക് പോർഷൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലീറ്റ്സ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ വെയർ ചെയ്യുമ്പോഴായാലും നല്ല വൃത്തിയായിട്ട് ഈ ഒരു പ്ലീറ്റ്സൊക്കെ കിടന്നോളും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ 2 പാനലിലേക്കും സെൻറ്റർ പാനൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സെൻറ്റർ പാനല്. ഈ ഒരു പാനലിൻ്റെ മുകൾ വശം വീതി കൂടുതലാണ്, അതുപോലെ തന്നെ അടിവശത്ത് വീതി കുറവാണ് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ തെറ്റണ്ട, വീതി കൂടുതലുള്ള ഭാഗം മുകളിലേക്ക് വെച്ചിട്ട് വേണം സെന്റർ പാനൽ ജോയിൻ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ 2ന്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. സെന്റർ പാനലിന്റെ നല്ല വശത്തിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് സൈഡ് പാനലിന്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചിൽ മുകൾ വശം മുതൽ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സൈഡ് എങ്ങനെയാണോ ചെയ്തത് ആ സെയിം മെത്തേഡിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 സൈഡ് പാനലും സെൻറ്റർ പാനലും ആയിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ലൈനിങ് മെറ്റീരിയൽ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് മെറ്റീരിയലിന് ജസ്റ്റ് വീതിക്ക് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ സൈഡ് വരുന്നത് ഇവിടെയാണ്, അതുപോലെ തന്നെ മടക്ക് വശം വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ ഒരു മെറ്റീരിയലിന് നീളത്തിൽ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ തുണി 4 ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പോർഷൻ കറക്റ്റ് ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്കത് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ലൈനിങ്ങിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് കട്ട് ചെയ്ത് വെച്ച ബാക്ക് പോർഷൻ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ ലൈനിങ് എടുത്തിരിക്കണേ. ലൈനിങ് 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിരിക്കണേ. ഇനി നമുക്ക് കറക്റ്റ് ഈ ഒരു ബാക്ക് പോർഷൻ അതേ മെഷർമെന്റ് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ കറക്റ്റ് ഈ ഒരു മെഷർമെന്റുകൾ ട്രേസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ മെയിൻ ഫാബ്രിക്കിന് നന്നായിട്ട് ഫ്ലെയർ കിട്ടുന്നുണ്ട്. ലൈനിങ്ങിൽ അത്രയും ഫ്ലെയർ കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ജോയിന്റ് ഒന്നും കൊടുക്കാൻ നിൽക്കുന്നില്ല, കിട്ടുന്ന ആ ഒരു ഫ്ലെയർ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ലൈനിങ്ങിൽ അധികം ഫ്ലെയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു മെയിൻ ഫാബ്രിക് മാറ്റാം. ഇനി ഈ ഒരു അടിവശത്ത് നിന്ന് മുകൾ ഭാഗത്തേക്കായിട്ട് ഞാൻ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു.
ഇനി ആ ഒരു അടിവശവും ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലൈനിങ്ങിൻ്റെ മാർക്കിങ്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ 2 പീസ് കിട്ടും കേട്ടോ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള ലൈനിങ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിലാണ് കേട്ടോ ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഫ്രണ്ട് ലൈനിങ്ങിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ 6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ വീതി ഞാൻ 4 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിരിക്കണേ. അതിനുശേഷം അതിനൊന്ന് ബോക്സ് പോലെ വരച്ചു കൊടുത്തു. ഇനി എനിക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വി തന്നെ ഒന്ന് കർവ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലും ആ ഒരു ഷേപ്പ് അങ്ങ് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട് നെക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മളിപ്പോൾ നെക്ക് മാർക്ക് ചെയ്ത ആ ഒരു ലൈനിങ് കറക്റ്റായിട്ട് ചേർത്ത് വെച്ചു. അതിനുശേഷം നമുക്ക് ഈ വരച്ചേക്കടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വരച്ചേക്കടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തതിന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എക്സ്ട്രാ ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നെക്കിന് ചുറ്റും ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ നെക്കിന് ചുറ്റും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ഫാബ്രിക് ബാക്കോട്ട് മറിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരികത്തേക്കടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് എങ്ങനെയാണോ ചെയ്തത് സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബാക്ക് പോർഷനിൽ നെക്കും ചെയ്തെടുക്കുന്നത്. ബാക്കിൽ നെക്കിൻ്റെ വീതി 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് നെക്കാണ് കേട്ടോ ബാക്കിൽ കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്കും ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ബാക്ക് നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പാണ് കേട്ടോ കൊടുത്തിരിക്കണേ. അടുത്തായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ബാക്ക് പോർഷൻ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഫ്രണ്ട് പോർഷന് നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 സൈഡിലും 1/2 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ചെരിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഞാൻ ഇതുപോലെ എക്സ്ട്രാ ആ ഒരു പൂക്കളുടെ പാറ്റേൺ വരുന്ന ഫാബ്രിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 5 ഇഞ്ചാണ്. ഇങ്ങോട്ട് ഞാൻ ലെങ്ത്ത് ഒരു 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കൂടിയാലും കുഴപ്പമില്ല, ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതിനുശേഷം ഇതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ചിൽ ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ ആയിരിക്കും വരിക. അപ്പോൾ ഇതുപോലെ തന്നെ 2 സ്ലീവിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഷോൾഡർ ജോയിൻറ്റിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ചേർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ സ്ലീവിൻ്റെ നല്ല വശവും ബോഡി പോർഷൻ നല്ല വശവും ചേർന്ന് വരുന്ന പോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡും ജോയിൻ ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ 2 സ്ലീവും ചെയ്യുക. അപ്പോൾ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ 2 സൈഡിലും നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുത്തു. 19 ഇഞ്ച് വരെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് ഷേപ്പ് ചെയ്തു. അതിൻ്റെ അടിയിലേക്ക് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഷേപ്പ് ചെയ്തിരിക്കണേ. അതിനുശേഷം അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇനി ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ.
ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കുറച്ച് കൂടുതൽ എടുത്തോളൂ. കാരണം പാനൽസ് ജോയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്കത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ബാക്കിൽ ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് നല്ല ഷേപ്പായിട്ട് കിടന്നോളും. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.